ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്പൂൺസ് ഓഫ് ഫ്ലേവർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ പുലാവുമായിട്ടാണ്, അല്ലെങ്കിൽ പ്രോൺസ് പുലാവ്. അതെങ്ങനെ നമുക്കുണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഇനിയും ചേർക്കുന്നത് 500 ഗ്രാം ഇതുപോലെ പ്രോൺസ് ക്ലീൻ ചെയ്തതാണ്. നമ്മൾ ഇത് ക്ലീൻ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, അതിന് മുകളിൽ ഇതുപോലൊരു കറുത്ത ഞരമ്പ് പോലെ ഉണ്ട്. അത് എപ്പോഴും റിമൂവ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ നമ്മളുടെ വയർ കേടാവും. അതിനുശേഷം ഈ ചെമ്മീൻ ആ എണ്ണയിലിട്ട് ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയുടെ ജാറിൽ അരച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളതിലേക്ക് ചേർക്കുന്നത് മസാലപ്പൊടികളാണ്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഈ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിനി ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ മസാലയുടെ പച്ചച്ചുവയൊക്കെ പോകുന്നിടം വരെ നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ ഇത് നമ്മളൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി ചെറു തീയിലിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ഒരു 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രോൺസ് എല്ലാം ഇതുപോലെ പെരണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് വെന്തിട്ടുമുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കതിലേക്കുള്ള ചോറ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്കിനി നമ്മൾ ചേർക്കുന്നത് സ്പൈസസ് ആണ്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ തന്നെ ബേ ലീവ്സ്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇനിയും ചേർക്കുന്നത്, ഞാനിവിടെ 3 മീഡിയം സൈസ് സവാള സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതാണ് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ സവാള നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മുക്കാലും വഴണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 2 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെറിയ പീസായിട്ടും അരിഞ്ഞിടാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നിടം വരെ അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മുടെ സവാളയെല്ലാം നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനിയും ഞാൻ ചേർക്കുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ മല്ലിപ്പൊടി ആദ്യം ഒന്നിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോഴാണ് ആ മല്ലിപ്പൊടിയുടെ ഒരു കുത്തുചുവയൊക്കെ ഒന്ന് പോയി കിട്ടത്തുള്ളൂ, ആ പച്ചച്ചുവയൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. അതിനുശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം അതൊന്ന് ഇതുപോലൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തിളപ്പിച്ച വെള്ളമാണ്. ഞാനിവിടെ ചേർക്കുന്നത് 500 ml വെള്ളമാണ്. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ 500 ml ചേർത്തിരിക്കുന്നത്, നേരെ ഇരട്ടി വെള്ളം. ഇനി ആ വെള്ളം ഒന്നും കൂടെ നല്ലതായിട്ട് തിളക്കട്ടെ. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് ചോറിലും ഉപ്പ് വേണമല്ലോ, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാനിത് 10 മിനിറ്റ് മുന്നേ കഴുകി വാരി വെച്ചിരുന്ന അരിയാണ്. ഇനി ഇതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലത്തെ ലോങ് റൈസാണ് നമ്മൾ പുലാവിന് ഉപയോഗിക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ മിക്സ് ചെയ്ത് നമ്മളൊരു 3 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കണ്ടോ, ഇപ്പോൾ വെള്ളം കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ചെമ്മീനും നമ്മുടെ ഈ ബസ്മതി റൈസും എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മസാല എല്ലാം ആ ചോറിൽ എല്ലായിടത്തും ഒന്നാവണം. അതുപോലെ നല്ലതായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുക. കണ്ടോ, ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മുടെ ഈ മസാലയുടെയൊക്കെ ഒരു ഫ്ലേവർ ആ റൈസിലോട്ട് വരുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ഈ സമയത്ത് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച്
ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതുപോലെ മൂടി വെക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ തുറന്നു നോക്കി. അപ്പോൾ ഏകദേശം ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി കുറച്ചും കൂടെ വെള്ളം പറ്റാനുണ്ട്. അതിൽ കണ്ടോ, ഇളക്കുമ്പോൾ കുറച്ചും കൂടെ വെള്ളം പറ്റാനുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അത് കുഴഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പം ഇനി അതൊന്നും കൂടെ മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കൂടെ കഴിഞ്ഞു. ഞാൻ അതിന് ശേഷം തുറന്നപ്പം നമ്മുടെ പുലാവ് റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം പറ്റി ചോറെല്ലാം വിട്ട് വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുലാവ് റെഡിയായി. ഈ പുലാവ് റെഡിയാക്കാൻ ഞാൻ ഏകദേശം 11 മിനിറ്റ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ചോറ് വെന്ത് വരാൻ. 3 മിനിറ്റ് തുറന്നിട്ട് വേവിച്ചു, പിന്നെ നമ്മൾ 8 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചു. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പുലാവ് റെഡിയായി. ഇനി നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു. ബൈ.